അതിട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കാൻ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കൃഷ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അദ്രുവിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നിട്ട് വിചാരിച്ചത്. ആളിപ്പോൾ എഴുന്നേറ്റിട്ടില്ല, കാരണം ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയിട്ടില്ല കേട്ടോ. ആദ്യം കുറേ ഡീപ്പായിട്ട് ഉറങ്ങി, പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ട് ഒരു 5 മണി വരെ ഫുള്ള് കളി അതും ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നു. സാധാരണ ഈ സമയത്തൊക്കെ അവൻ എഴുന്നേറ്റ് കളിക്കാറൊക്കെ ഉള്ളതാട്ടോ. പുറത്ത് കൊണ്ട് കടത്തിയിട്ട് അങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യും. ഇന്നത്തെ നല്ല ഉറക്കമാണ്. അവനെ എഴുന്നേറ്റിട്ടില്ല, ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പം എന്താണെന്നുള്ളതൊന്ന് പോയോക്കെ കേട്ടോ. മോള് എഴുന്നേറ്റിട്ടുണ്ട്. മോളിതാ പുറത്തു കൂടെയൊക്കെ കാഴ്ചകളിലൊക്കെ പുറത്തു കൂടെയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ അമ്മ അലക്കുന്നുണ്ട്. അപ്പം അമ്മേൻ്റെ അടുത്ത് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടില്ല, അങ്ങനെയൊക്കെ പോയതാട്ടോ. ആ ചൂലവിടെ വയ്ക്കും. എന്തെങ്കിലും ചൂലെടുത്തിട്ട് വന്ന് എന്താ അടിച്ചു വരാൻ വന്നതാ? ഒരു ഹായ് കൊടുക്ക്. ഹായ് ഹായ്. ചായ കുടിച്ചോ? എന്താ കഴിച്ചേ? അപ്പ കഴിച്ചോ? അതൊരു വാവറങ്ങ. പൊട്ട് കഴിക്കുക. പുട്ടും പപ്പടവും. പുട്ടും കറിയുണ്ട്, പക്ഷെ അവൾക്ക് പുട്ടും പപ്പടവും മതി അല്ലേ? പപ്പടം മാത്രം കഴിക്കുന്ന, പുട്ട് വാരി കഴിക്ക്. പുട്ട് കഴിക്ക്. ഞാൻ കഴിച്ചട്ടോ, വലിയ കുട്ടിയാവാന്. ഒരാൾ പോണം, ഇന്ന് കിടക്കാട്ടോ. അമ്മേന്റെ പൊന്ന് എഴുന്നേറ്റോ? പൊന്നൂസേ, അമ്മ കണ്ണിനെവിടെ? അമ്മേന്റെ പൊന്നെവിടെ? എഴുന്നേറ്റിട്ട് മിണ്ടാതെ കെക്കാലേ. കളിക്കുന്നോ അമ്മക്കുട്ടി? കളിക്കുന്നോ? എന്താണ് കച്ചിന്നടാ? അയ്യട കണ്ണാ, ഉഷാറായില്ലേ? ബാ, അമ്മ എടുക്കാട്ടോ. ഇപ്പം ഇന്ന് ലേറ്റായിട്ട് അതിലോട്ട് എഴുന്നേറ്റിട്ടുണ്ട്. ഇനി അവനെ ഫീഡൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോകണം. ഇനി കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിക്കും. എന്നിട്ടാട്ടോ ഞങ്ങൾ കൂലിയൊക്കെ ചെയ്യുക അല്ലേ കണ്ണപ്പ? അതിലോട്ട് പാലൊക്കെ കുടിച്ചു, പക്ഷെ ഓനെന്തോ വയ്യ കേട്ടോ. ഇപ്പോൾ രാത്രിയൊക്കെ നല്ല ചുമ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമയ്ക്കും. ഇപ്പോൾ പാൽ കുടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കഫം കുറുകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിക്കേണ്ടി വരും. എന്താ ഇങ്ങനെ കഫം ഇങ്ങനെ തിങ്ങിന്നറിയുന്നല്ലോ. ഇതുവരെ അങ്ങനെ അസുഖമൊന്നും വന്നിട്ടില്ലേന്നു. വാക്സിനേഷൻ്റെ ടൈമിൽ പനിയൊക്കെ വരാറുണ്ട്. അത് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തീരും. ഇപ്പോൾ ഇതാ ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞല്ലോ ലേറ്റായിട്ടാവും നീച്ചത്. ഉറക്കം രാത്രി റെഡി ആയിട്ടില്ലേന്നു, അങ്ങനെ ചുമച്ചത് കൊണ്ടാവും. ഇപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് അല്ലേ കുഞ്ഞാപ്പിയെ? അല്ല, അയാന് പെൺകുട്ടിയാണ്. എന്നോടല്ല, വാവേനോടാ. വാവേനോടേ പറയാണ്. എന്താ പച്ചക്കറിയോ? പച്ചക്കറിയാ? കറി വെക്കാനാണോ? എന്ത് കറി വെക്കാനാ? കളിച്ചോന്നാ? കളിച്ചോ, അവിടെ പോയി ഇരുന്ന് കളിച്ചോ. കറി വെച്ച് ഒന്നായാന് കൊടുക്ക്. ഒരെണ്ണം കൃഷിനും പോയി കളിച്ചട്ടോ.
കറിയും ചോറും വെച്ചിട്ട് അമ്മേനെ വിളിക്കുക, അമ്മ കഴിക്കാൻ വരാട്ടോ. ഓക്കെ. എന്തോഞ്ഞേ, എന്തിനാ രണ്ടാളും ഓടി വന്നേ? അതിരിട്ടത് ഇവിടെ കളിക്കട്ടോ. ഓന് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെ പുറത്ത് വന്നിരിക്കാനും, ഇവിടെ നല്ല വെളിച്ചമൊക്കെ കണ്ട് കളിക്കാൻ നല്ല ഇഷ്ടം. അകത്ത് ഇരിക്കുമ്പോൾ എൻ്റെ ഒരു മുഷിപ്പ കുറേ നേരം കുറച്ച് നേരമൊക്കെ കളിക്കും, പക്ഷെ ഇവിടെ വന്ന് കളിക്കാൻ നല്ല ഇഷ്ടമാട്ടോ. ഇവിടെ രാവിലെ സാധാരണ അച്ചച്ച പത്രം വായിക്കാൻ വരും, അപ്പം അച്ചച്ചൻ്റെ കൂടെ ഇവിടെ ഇരുന്ന് കളിക്കും. അപ്പം അതേ അച്ചച്ച കുറച്ച് നേരം വായിച്ചതിന് ശേഷം പോയിട്ടോ. ഇന്നൊന്നാമത് ഓൻ ലേറ്റായിട്ടല്ല എഴുന്നേറ്റത്, അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ടുള്ളൂ. കിഷ്കുട്ടി എടുത്താ പുറത്ത് നല്ല കളിയിലാട്ടോ. അല്ലേ കണ്ണാപ്പി, എൻ്റെ വാവേ. ഓ ഓ മദ്രൂസ് കുറച്ച് ടൈം മാത്രമേ ഇന്ന് അവിടെ കിടന്ന് കളിച്ചിട്ടുള്ളൂ കേട്ടോ. ഒന്നാമത് അവന് മലന്ന് കിടന്ന് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഇങ്ങനെ ബ്രീത്തിൻ്റെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ. അപ്പം ഞാൻ ഇത് കുറച്ച് നേരം എടുത്തുകൊണ്ട് നടന്നു കേട്ടോ. അല്ലെങ്കിൽ സാധാരണ അവൻ കുറച്ച് സമയം ഒരു അരമണിക്കൂറെങ്കിലും അവിടെ കിടന്ന് കളിക്കാറുണ്ട്. പിന്നെ കൂടെ അച്ഛനും ഉണ്ടാവുമല്ലോ. ഇന്നിപ്പോൾ അച്ഛനും പോയി, അപ്പം അവനെ കളിപ്പിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവൻ വേഗം എഴുന്നേറ്റു കേട്ടോ. അവനെ പാല് ശരിക്കും കുടിക്കാൻ പറ്റായിട്ട് ഭയങ്കര വിമ്മിഷ്ടട്ടോ. വിശക്കുന്നുണ്ടേനും പക്ഷെ ഭയങ്കര കുറുകുറുപ്പായിട്ട് പാല് കുടിക്കാനും പറ്റുന്നില്ല. ഇന്നെന്തായാലും എന്നിട്ട് കുളിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് തുടച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അതൊന്ന് ഫ്രഷ് ആക്കിയിട്ട് ഇനി ഒന്ന് ഉറക്കിയെടുക്കണം. ബാബേൻ്റെ എവിടെ? ബാബേനെ കാണിച്ചു. കട്ട് കട്ട്. അതിരുട്ടനെ ദേ തുടച്ച് നല്ല ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ദേ പുറത്ത് തന്നെ കൊണ്ട് കിടത്തിട്ടും ഞങ്ങളെല്ലാവരും അവിടെ ഇരിക്കേണ്ട. അപ്പോൾ കുറച്ചു നേരം കളിപ്പിക്കാന്ന് വിചാരിച്ചു. അവന് ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അകത്തിരുന്നിട്ട് എന്തായാലും ഭയങ്കര മുഷിപ്പായിരുന്നു. അപ്പോൾ ദേ പുറത്താകുമ്പോൾ കുറച്ചു നേരം അങ്ങനെ കടന്ന് കളിച്ചോളും, നല്ല ഉഷാറായിട്ടുണ്ടാവും. അപ്പോൾ ദേ കുറച്ചു നേരം അവിടെ കൊണ്ട് കിടത്തിയതാട്ടോ. എന്താണ് ചോദിച്ചോടെ ചോദിച്ചോടെ മോനിതാ കുറച്ചു നേരം പുറത്ത് കിടന്ന് കളിച്ചതിന് ശേഷം പിന്നെ ഉറങ്ങിപ്പോയിട്ടോ. അതിരുട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കട്ടോ. ആള് നല്ല ഉറക്കമാണ്, ഭയങ്കര ക്ഷീണമുണ്ട്. ഞാനും അച്ഛനും കൂടെ പോണത്. മോളപ്പോൾ അതേ അമ്മ അപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടു. ഇനി കണ്ടിട്ട് വാശി പിടിച്ച് കരയണ്ട വിചാരിച്ച് കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ചിലപ്പോൾ പിന്നെ ഞാനും കൂടെ വരുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അതേ ഓട്ടോ വിളിച്ചിട്ടുണ്ട്, ഓട്ടോയിലാണ് പോണത്. ഇപ്പോൾ വൈകുമല്ലേ, പിന്നെ അനിയ ഒന്നാമത് ഇവിടെ അല്ല, ഓൻ വൈകുന്നേരമായിട്ടേ വരുള്ളൂ. അപ്പോൾ വണ്ടി വിളിച്ച് പോകാമെന്ന് വിചാരിച്ച്. ആൾ നല്ല ഉറക്കാട്ടോ. എന്നാലും പോയിട്ട് വരാം. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലാട്ടോ പോകുന്നത്. അവിടെ ആകുമ്പോൾ പീഡിയാട്രീഷ്യനും ഉണ്ട്, അപ്പോൾ അവിടെ ധൈര്യമായിട്ട് കാണിക്കാമല്ലോ. അങ്ങനെ അങ്ങോട്ട് പോവാട്ടോ. ഇവിടെ പറഞ്ഞാൽ വാക്സിനേഷനൊക്കെ ഇങ്ങോട്ട് തന്നെ കേട്ടോ വരാറ്. അവിടെ എത്തിയപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം പോയത് OP ടിക്കറ്റ് എടുത്തു. അതിലോട്ട് അതേ നല്ല ക്ഷീണിച്ച് കിടക്കുക കേട്ടോ. ക്യാമറ ഓൺ ആക്കിയപ്പോൾ പിന്നെ അതിലേക്ക് നോക്കിയിരിക്കുകയാണ്. പണ്ടത്തെ പോലെ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ വരി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പം അങ്ങനെ നിൽക്കാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ അവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ടാവും. ആ സ്ക്രീനിൽ നമ്മൾ OP ടിക്കറ്റിനനുസരിച്ചുള്ള നമ്പർ കൊടുക്കും. ആ നമ്പറിനനുസരിച്ച് ഡോക്ടറെ അടുത്ത് കയറി ചെല്ലാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. ഡോക്ടറെ മുന്നിൽ ആരും ക്യൂ ഒന്നും നിൽക്കാൻ അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇപ്പം അല്ല കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങൾ കൺസൾട്ടിങ് ഒക്കെ കഴിഞ്ഞു, മരുന്നൊക്കെ വാങ്ങി ഓട്ടോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അക്ഷയ വരെ പോകണമെന്നുണ്ടായിരുന്നു. അക്ഷയക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അച്ഛന് അതിൻ്റെ ഇടയിൽ ഇതേ സൂപ്പർ മാർക്കറ്റിലൊന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഇതേ അച്ഛനെ അവിടെ സൂപ്പർ മാർക്കറ്റിൽ ഇറക്കിയിട്ട് ഞാൻ നേരെ അക്ഷയയിലേക്ക് പോവായിരുന്നു കേട്ടോ.
അക്ഷയ പോയതിന് ശേഷം ദേ അപ്പം തന്നെ ആ വണ്ടിയിൽ തന്നെ തിരിച്ചു പോന്നു ട്ടോ. പിന്നെ ദേ അച്ഛൻ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ മുന്നിൽ വന്നിട്ട് അച്ഛനെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ട്ടോ. അനിയൻ വീട്ടിലില്ലാത്ത സമയത്ത് ദേ പുറത്തൊക്കെ പോകണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കാറില്ല കുറച്ച് ഓട്ടോക്കാരാട്ടോ ഇവരൊക്കെ. അപ്പോൾ ദേ അച്ഛന്റെ സാധനങ്ങളൊക്കെ വാങ്ങി ചെറിയ പർച്ചേസിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം ദേ ഞങ്ങൾ ഒന്നിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. വീട്ടിലെത്തിയ ഉടനെ ദേ മോനെ കുറച്ചേരം കടത്തിയിട്ടു ട്ടോ. കുറേ നേരം എടുത്തുകൊണ്ട് നടന്നപ്പോൾ അവനൊരു വിമ്മിഷ്ടായിരുന്നു. അപ്പോൾ കുറച്ചേരം കിടന്ന് കളിച്ചുട്ടോ. ദേ മോള് നല്ല ഉറക്കായിരുന്നു ട്ടോ. ഞാൻ വന്നപ്പോൾ നല്ല ഉറക്കായിരുന്നു. ഞങ്ങളിത് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു ട്ടോ. ഡോക്ടറെ കാണിച്ചു വന്നു. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചതേ ഓട്ടോയിൽ തിരിച്ചെത്തി. മോനൂസ് ഇത് ഇവിടെ ഇപ്പോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഓന് ഉറക്കം വരുന്നുണ്ട്. ഇപ്പോൾ കുറേ നേരം സഹിച്ച് പിടിച്ച് നിന്നു. അവിടുന്ന് വിശന്നിട്ട് കരഞ്ഞു കേട്ടോ. ഇവിടുന്ന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലോ ഫീഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കുറച്ച് നേരം കരഞ്ഞപ്പോൾ അവിടുന്ന് തന്നെ ഫീഡ് ചെയ്തു. അപ്പോൾ ഒന്ന് ഉഷാറായതാട്ടോ. ഇനി ഓനെ ഉറക്കട്ടെ. ഇനിയിപ്പോൾ ഉറങ്ങി കുറച്ച് നേരം ഉറങ്ങിയാൽ കാണാം. ഇനി ചുമ ഉള്ളതുകൊണ്ട് ഉറങ്ങാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും ഉറക്കി നോക്കാം. ആരിവിടെ ഓണുന്നേരി? ഹലോ, ഹൗ ആർ യു? ഹായ് പറ. ഹായ്. നീക്കില്ലേ? എഴുന്നേക്ക്, എന്നിട്ട് വാ. വാ. ചിരിച്ച എന്ത് കാണിക്കുന്നു? വീടോ എവിടെ? വീടുണ്ട്. അതമ്മേന്ന് കാക്കാപ്പുള്ളിയല്ലേ? കാക്കാരപ്പുള്ളി, കാക്കാപ്പുള്ളി. നോട്ട് കയ്യെടുത്ത് പൊട്ടിട്ടത് കൃഷിന്നത്. കൃഷ്മോളെ ഉറങ്ങി എഴുന്നേറ്റ് വന്നതിന് ശേഷം ദേ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒപ്പം കളിക്കുക കേട്ടോ. അവക്ക് ഞാൻ കളിക്കാനായിട്ട് അങ്ങനെ വിട്ടു കൊടുക്കാറട്ടോ. എന്തേലൊക്കെ ചെയ്തോട്ടെ എന്ന് കുറേ പിച്ചി മാന്തി ഉമ്മ വെച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കും കേട്ടോ. പിന്നെ പറഞ്ഞാൽ മോനായിരിക്കുമല്ലോ എൻ്റെ അടുത്ത് കൂടുതൽ സമയം. അവൻ ഉറങ്ങുമ്പോൾ കിട്ടുന്ന സമയം ഇപ്പോൾ ഓളപ്പം കളിക്കാൻ കൂടും കേട്ടോ. അവക്കും ഒരു എന്റർടൈൻമെന്റ്. പിന്നെ അവളോടുള്ള അറ്റാച്ച്മെന്റ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടും കിട്ടുന്ന സമയം മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്യും കേട്ടോ. അവളപ്പം എന്തേലൊക്കെ കാട്ടിക്കൊടുക്കുക. അവളെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നിന്ന് കൊടുക്കുക, അത്ര മാത്രം കേട്ടോ. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ഇതാക്കും, കുറെ കളിക്കും, വികൃതി കാട്ടും, കുസൃതി കാട്ടും, എല്ലാതും ഉണ്ട് കേട്ടോ. എന്നാ അതിനനുസരിച്ച് സ്നേഹം ഉണ്ടാവും. അങ്ങനെയൊക്കെ ആട്ടോ ഞങ്ങളുടെ കാര്യങ്ങള്. അപ്പൊ അതിലൊട്ടം നല്ല ഉറക്കാണ്. നല്ല ഉച്ച സമയമായിട്ടോ. ഇപ്പൊ ഓളപ്പം നിന്നിട്ടില്ലെങ്കിൽ അവള് പൊരിവെയിലാണോ എന്താന്നൊന്നും നോക്കത്തില്ല. അവൾ അങ്ങോട്ട് പുറത്തു പോയിട്ട് കളിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇറങ്ങി പോകട്ടോ. അപ്പൊ അവളപ്പം പിടിച്ച് നിക്കട്ടോ. അങ്ങനെ ഇവരോട് പറഞ്ഞ ബാബയ്ക്ക് പനിയേനു, ചുമയേനു, ചുമ കൃഷിന് ചുമയുന്നു. ആ ബാബ കരയുന്നുണ്ട്. ബാബ ആണെന്നു. അമ്മ ബാബേനെ എടുത്തിട്ട് വരാട്ടോ. നേരായപ്പതേ കുറ്റൂശിന്ന് ഇവരെ കൊണ്ട് കിടത്തിയതാട്ടോ. എന്താണ് കച്ചി? പിശോ 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 കച്ചി, പിശോ 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 കച്ചോ. വെയിലൊക്കെ ആറിയതിന് ശേഷം അച്ചച്ചൻ വരും കേട്ടോ. പിന്നെ അച്ചച്ചനും ചെക്കനും നല്ല കളിയിലാവും.
അവന് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മതി. അവൻ കളിക്കുമ്പോൾ ആരെങ്കിലും മുന്നിലുണ്ടെങ്കിൽ അവന് കുറച്ചേരം കൂടെ അങ്ങനെ കിടന്നോളൂ കേട്ടോ. അങ്ങനെ ദേ ഞങ്ങളുടെ വൈകുന്നേരത്തെ കളിയും കഴിഞ്ഞിട്ടോ. കളി കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ചിണുങ്ങും. അപ്പതേ കുറച്ചേരം എടുത്തോണ്ട് നടക്കൂട്ടോ. ഇനി ദേ ഒന്നുകൂടെ മേലൊക്കെ തുടച്ചു കൊടുക്കണം. സാധാരണ മേലൊക്കെ കഴുകും, ഇനിയിപ്പോ ഒന്ന് മേല് തുടയ്ക്കുന്നുള്ളൂ. അച്ഛൻ ഇതാ പുറത്ത് വണ്ടിയൊക്കെ ക്ലീൻ ചെയ്തോണ്ട് കേട്ടോ. കൃഷിക്കുട്ടി അവിടെ കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതാ അപ്പുറത്തെ താത്ത മോൻ കളിക്കുന്നൊക്കെ കണ്ടപ്പോ അതെ അവൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതേന്ന് കേട്ടോ. നമ്മതെവിടെ ഗാർഡനിങ്ങിലാണ്. അതിരുട്ടൻ്റെ ഇത് തുടച്ചൊക്കെ കൊടുത്തിട്ടപ്പോൾ സന്ധ്യയായി. അപ്പോൾ അതേ സാധാരണ മേലെ ഇരിക്കുന്നത്. അപ്പോൾ അതേ ഇന്നിപ്പോൾ തുടച്ചിട്ടുള്ളൂ. ഉറക്കം വന്നിട്ടില്ല, കുറച്ചില്ല കേട്ടോ. അപ്പോൾ വേഗം ഇനി ഉറക്കി കൊടുക്കട്ടെ. ഓ അപ്പോൾ അതേ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. അതിരുട്ടൻ ഇതാ ഉറങ്ങി എഴുന്നേറ്റ് മേലൊക്കെ തുടച്ചതിന് ശേഷം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കേട്ടോ. ഇവിടെ പിശോ പിശോ ഫോണിൻ്റെ വെളിച്ചം കണ്ടിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഞങ്ങൾ ഫോളോ ചെയ്യും കേട്ടോ. ഉറങ്ങുന്നു എഴുന്നേക്കുന്നു, ഉറങ്ങുന്നു എഴുന്നേക്കുന്നു. കിഷ്മോളത് അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ദിവസത്തേത്. നല്ല ചുമയായിട്ട് ഓന് ഉറക്കം അങ്ങോട്ട് റെഡി ആവുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കുറേ ആൾക്കാർ വ്യൂ ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ട്. മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ ബൈ, സീ യു.